ജനാപത്തുകാരനായിരിക്കെ ചോദിച്ചത് താലിബുൽ ഇൽമാണ് എന്നാണ് എന്റെ സംശയം. ജനാപത്തുകാരനായിരിക്കെ ഹൈലുണ്ടായാൽ എങ്ങനെ ശുദ്ധിയാവാം? ഹൈലുള്ളപ്പോൾ തന്നെ ജനാപത്ത് കുളിക്കണോ? ഇതായിരുന്നു ചോദ്യം അല്ലേ? ആണ്. ചോദ്യം ചോദിച്ച ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കറിയാം. അതെ, ജനാപത്തുകാരനായിരിക്കെ ഹൈലുണ്ട്. ഒരാൾ ജനാപത്തുകാരനാണ്, ജനാപത്തുകാരനായി, പക്ഷെ ജനാപത്ത് കുളിച്ചിട്ടില്ല. അതിന് മുമ്പ് എന്ത് ചെയ്തു? ഹൈല് ഉണ്ടായി. അപ്പൊ എന്ത് ചെയ്യും? 2 കുളി കുളിക്കണോ അതല്ല ഒരു കുളി മതിയോ എന്നുള്ളതായിരുന്നു ചോദ്യം. അതിന് പണ്ഡിതന്മാർ നൽകുന്ന മറുപടി നമുക്ക് ശ്രദ്ധിക്കാം. 2 അശുദ്ധിക്ക് കൂടി ഒരു കുളി മതിയോ ഇല്ല എന്നുള്ള വിഷയത്തില് ഒരു സ്ത്രീ അജ്നബത്തിൽ മറഅത്ത് എന്നാട്ടോ, പത്താ ശ്രദ്ധിക്കാം. ടെക്സ്റ്റ് അബുറാഫി കജിലുണ്ടെങ്കിൽ ഒന്ന് വിടുക. വൈദ അജ്നബത്തിൽ മർഅത്തു വഹിയ ഹൈൽ, ഒരു സ്ത്രീ ഹൈലുകാരിയായിരിക്കെ ജനാപത്തുകാരിയായി. ലം യൽസംഹാ ഗുസ്ലുൻ ഹത്താ തത്ഹുറ മിനൽ ഹൈൽ, അവൾക്ക് ഹൈലിൽ നിന്ന് ശുദ്ധിയാവുന്നത് വരെ എന്തല്ല, അവൾക്ക് കുളി നിർബന്ധമാകുന്നില്ല. ഫതഗ്തസിലു ഗുസ്ലൻ വാഹിദൻ ലിദാലിക കുല്ലിഹി, അപ്പൊ ഈ രണ്ടിനും, ജനാപത്തിന് വേണ്ടിയിട്ടും ഹൈലിന് വേണ്ടിയും കൂടി, രണ്ടിനും കൂടി ഒന്നിച്ച് ഒരു കുളി കുളിച്ചാൽ മതിയാകുന്നതാണ്. പണ്ഡിതന്മാർ പിന്നീട് വിശദീകരിക്കുന്നു. ഖാല ശാഫിഈ റഹിമഹുല്ലാഹ് ഫീ കിതാബിൽ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ എന്നറിയപ്പെടുന്ന ഗ്രന്ഥത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ വിഷയം പറയുന്നുണ്ട്. ഖാല ശാഫിഈ റഹിമഹുല്ലാഹ് ഫീ കിതാബിൽ അൽ എന്നറിയപ്പെടുന്ന ഗ്രന്ഥത്തിൽ വൈദാ അസ്വാബത്തിൽ മർഅത ജനാബത്തുൻ, ഒരു സ്ത്രീ ജനാപത്തുകാരിയായി കഴിഞ്ഞാൽ, സുമ്മ ഹാലത്ത്, പിന്നീട് അവളെ ഹൈലുകാരിയാവുകയും ചെയ്തു. ഖബല അൻ തഗ്തസില മിനൽ ജനാബത്തി, ജനാപത്തിൽ നിന്ന് ജനാപത്ത് കുളി കുളിക്കുന്നതിന് മുമ്പ്, ലം യകുൻ അലൈഹാ ഗുസ്ലുൽ ജനാബത്തി വഹിയ ഹൈലുൻ, ഇമാം ഷാഫി പറയുന്നത് അപ്പോൾ അവൾക്ക് എന്തില്ല? ജനാപത്ത് കുളിയില്ല, അവൾ ഹൈലായിരിക്കെ. ലിഅന്നഹ, കാരണം ഇന്നമാ തഗ്തസിലു, അവൾക്ക് ഇന്നമാ തഗ്തസിലു ഫതത്ഹുറു ബിൽ ഗുസ്ലി വഹിയ ലാ തത്ഹുറു ബിൽ ഗുസ്ലി മിനൽ ജനാബത്തി വഹിയ ഹൈലുൻ, അവള് കുളിക്കട്ടെ, പക്ഷേ ലാ തത്ഹുറു ബിൽ ഗുസ്ലി മിനൽ ജനാബത്തി, ജനാബത്തിൽ നിന്ന് കുളിക്കേണ്ടതില്ല. വഹിയ ഹൈലുൻ, അവള് ഹൈലുകാരിയായിരിക്കും. വൈദാ ദഹബൽ ഹൈലു, ഹൈല് പോയി കഴിഞ്ഞാൽ, അൻഹ, അതിന് മുമ്പ് ഒരാൾ കുളിച്ചു കഴിഞ്ഞാൽ, ഹൈല് ഉണ്ടായിരിക്കെ കുളിച്ചു കഴിഞ്ഞാൽ ജനാബത്ത് കുളി വീടി, പക്ഷെ ഹൈല് ഇന്ന് കുളി പിന്നീട് വൈദാ ദഹബൽ ഹൈലു, ഹൈല് പോയി കഴിഞ്ഞാൽ അജ്സഅഹാ ഗുസ്ലുൻ വാഹിദൻ, അവർക്ക് ഒരു കുളിയാണ് അവശേഷിക്കുന്നത്. അപ്പോ ഇത് രണ്ടിനും കൂടി ഒരു കുളി മതിയാവുന്നതാണ്. മാത്രവുമല്ല, പിന്നെ മറ്റൊരു ഇവിടെ വരുന്നുണ്ട് വിഷയങ്ങൾ. ഏതെങ്കിലും ഒരു കുളി ആദ്യം കുളിച്ച്, ജനാപത്തിനുള്ള ആദ്യം കുളി കുളിച്ചു എന്നത് കൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല. കുളിച്ചു കഴിഞ്ഞാല് ഒരു കുളി അവൾക്ക് വേടി, പക്ഷെ മറ്റൊരു കുളി എന്തായാലും ഹൈലുള്ള കുളി ബാക്കിയുണ്ട്. രണ്ടും കൂടി ഒന്നിച്ച് കുളിച്ചാലും മതിയാവുന്നതാണ്. ലൗ ഇഷ്തലമത്ത്, ഒരു സ്ത്രീ ഇഷ്തലമത്ത്, അതായത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? മലയാളം വേർഡ് എന്താണ്? മനസ്സിൽ തെറ്റാണ്, അറിയുന്ന ആളുകളാണ് ടെക്സ്റ്റ് അടിക്കേ. ലൗ ഇസ്തലമത്ത് വഹിയ ഹൈലുൻ, ഇസ്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ ഇസ്ലാം എന്ന വേർഡിന്റെ അർത്ഥം. ഇസ്ലാം മറന്നുപോയോ? അതാണ്. ആർക്ക് എന്റെ ശബ്ദം കേൾക്കുന്നില്ലേ? എന്റെ ശബ്ദം കേൾക്കാമോ? ശബ്ദം ക്ലിയർ ആണ്. ഇസ്ലാമിന്റെ അർത്ഥം ആർക്കും അറിയില്ലാന്നുള്ളൂ. ശബ്ദം ക്ലിയർ, മാഷാ അല്ലാഹ്. സ്ഖലനം സംഭവിച്ചവള്, സ്വപ്നസ്ഖലനം നമ്മൾ പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടാവും. സ്വപ്നസ്ഖലനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ സ്ഖലനം സംഭവിച്ചവളോ അതല്ലെങ്കിൽ ഹൈലുള്ളവളോ ആണെങ്കിൽ അജ്സഅഹാ ഗുസ്ലുൻ വാഹിദൻ, ഇതെല്ലാം കൂടി ഒരു കുളി മതിയാവുന്നതാണ്. ലിദാലിക കുല്ലി, ഇത് എല്ലാത്തിനും കൂടി. വലം യകുൻ അലൈഹാ ഗുസ്ലുൻ വഇൻ കസുറ ഇഹ്തിലാമുഹാ ഹത്താ തത്ഹുറ മിനൽ ഹൈലി ഫതഗ്തസിലു ഗുസ്ലൻ വാഹിദൻ. ഇപ്പൊ പലപ്പോഴും ഇപ്പൊ ഒരു സ്ത്രീ, ഒരാൾക്ക് 1, 2, 3 തവണയാണ് ഇഹ്തിലാം ഉണ്ടാണെന്ന് കരുതുക, സ്ഖലനം സംഭവിക്കുന്ന കരുതുക. അപ്പൊ നമുക്ക് 3 കുളി ആവശ്യമില്ല എന്നതുപോലെ തന്നെ ഇത് രണ്ടിനും കൂടി ഇപ്പൊ 3 പ്രാവശ്യം ഒരാൾക്ക് ഇഹ്തിലാം ഉണ്ടായാലും ശരി, അവൾക്ക് ഫതഗ്തസിലു ഗുസ്ലൻ വാഹിദൻ, ഒറ്റ കുളി നിർബന്ധമുള്ളൂ എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ പറയുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ മുഗ്നിയിൽ പറയാണ്, ഇദാ കാന അലൽ ഹൈൽ ജനാബത്തുൻ, ഒരു ഹൈലുകാരിക്ക് ജനാബത്ത് ഉണ്ടായി കഴിഞ്ഞാൽ ഫലൈസ അലൈഹാ അൻ തഗ്തസില ഹത്താ യൻഖതിഅ ഹൈലുഹാ, അവൾക്ക് കുളിക്കണമെന്നില്ല ഏതുവരെ?
ഹൈള് അവസാനിക്കുന്നത് വരെ, ഒരാഴ്ച വരെ കുളിക്കണ്ടെന്നല്ല, അതിനിടയ്ക്ക് കുളിക്കാന്നുണ്ടെങ്കിൽ ഭർത്താക്കന്മാരടുക്ക അടുപ്പിക്കുകയായിരിക്കും. അതെല്ലാം അവിടെ ഉദ്ദേശിക്കുന്നത്. നിർബന്ധ കുളി, ഇവിടെ നിർബന്ധ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ നിർബന്ധ കുളി ഉണ്ടല്ലോ, ആ കുളി എന്ത് ചെയ്യേണ്ടതില്ല, കുളിക്കേണ്ടതില്ല എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. നസ്സഅലൈഹി അഹ്മദു വഹുവ ഖൗലു ഇസ്ഹാഖ്, ഇമാം അഹ്മദ് ഈ പറഞ്ഞിട്ടുള്ള അഭിപ്രായം ഇതാണ്. വദാലിക ലിഅന്നൽ ഗുസ്ല ലാ യുഫീദു ശൈഅൻ മിനൽ അഹ്കാം, ആ ഒരു കുളി കുളിച്ചു എന്നത് കൊണ്ട് വല്ല ഉപകാരവും അതുകൊണ്ട് നമുക്കില്ല. കാരണം എന്താ, പിന്നീടും അശുദ്ധിയിൽ തന്നെയാണ്, ഹൈലിന്റെ അശുദ്ധിയിൽ അവൾ അവശേഷിക്കുകയാണ്. ജനാബത്തി ഫീ സമനി ഹൈലിഹ സഹ്ഹ ഗുസ്ലുഹ, ഹൈല് കാലത്ത് ജനാബത്ത് വേണ്ടി ഒരാൾ കുളിച്ചു കഴിഞ്ഞാൽ ഇമാം ഇബ്നു ഖദാമ പറയാണ് സഹ്ഹ ഗുസ്ലുഹ, അവിടെ കുളി ശരിയാക്കിയിരുന്നതാണ്. വസാല ഹുക്മുൽ ജനാബത്തി, ജനാബത്തുകാരിയാണ് എന്നുള്ള വിധി അവളിൽ നിന്ന് മാറി നീങ്ങിയിട്ടുണ്ട്. കുളിച്ചു എന്ന് കരുതാ, അപ്പൊ എന്ത് ചെയ്തു, വസാല ഹുക്മുൽ ജനാബത്തി, ജനാബത്തിന്റെ ഹുക്മ പോയി. പക്ഷേ വബഖിയ എന്ത് ഹുക്മുൽ ഹൈൽ, ഹൈലിന്റെ വിധി അവിടെ ബാക്കിയെടുക്കുന്നുണ്ട് എന്നർത്ഥം. നസ്സ അലൈഹി അഹ്മദ്, ഇതും ഇമാം അഹ്മദ് പറഞ്ഞിട്ടുള്ള വേർഡുകളാണ്. വഖാല തസൂലുൽ ജനാബത്തു, ജനാബത്ത് നീങ്ങും. വൽ ഹൈദു ലാ യസൂലു ഹത്താ യൻഖതിഅ അദ്ദമു, രക്തം സ്റ്റോപ്പ് ആകുന്നത് വരെ ഹൈൽ എന്ത് ചെയ്യില്ല, അവ നീങ്ങുന്നതല്ല. ഇൻതഹ, അതോടുകൂടി ആ വിഷയം അവിടെ അവസാനിച്ചു എന്നർത്ഥം. പിന്നെ വദഹബൽ ഹനാബലു ഇലാ അന്നൽ ഹൈള ഇൻ ഇഗ്തസലത് ലിൽ ജനാബത്തി സമന ഹൈലിഹ സഹ്ഹ ഗുസ്ലുഹ, നേരത്തെ പറഞ്ഞതുപോലെ ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ ഒക്കെ അഭിപ്രായം എന്താണ്, അവള് ജനാബത്ത് ഹൈലിന്റെ സമയത്ത് ജനാബത്തിന് കുളിച്ചാൽ കുളി സ്വീകാര്യമാണ്. വസ്തഹബ്ബ തഖ്ഫീഫൻ ലിൽ ഹദസി വയസൂലു ഹുക്മുൽ ജനാബത്തി, പക്ഷെ ഹുക്മുൽ ജനാബത്ത് അവിടെ നീങ്ങും. ലിഅന്ന ബഖാഅ അഹദുൽ ഹദസൈനി ലാ യംനഉ ഇർതിഫാഅൽ ആഖർ. ഇതാണ് വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ചോദ്യകർത്താവിന് പ്രത്യേകം എന്തെങ്കിലും സംശയം നീർന്നിട്ടുണ്ടാകും, ബാക്കി എല്ലാവർക്കും വരെ മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഷോർട്ടായിട്ട് പറഞ്ഞാൽ 2 കുളിക്കും കൂടി ഒരു കുളി മതി, 2 അശുദ്ധിക്കും കൂടി ഒരു കുളി മതിയാകുന്നതാണ്.